അസ്സലാമു നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു അൺബോക്സിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഷെസിന് കുറച്ച് സ്റ്റോറി ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര വിംപി കിഡ് ഫാനാണ്. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അവനെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. വിംപി കിഡ് ബുക്ക് ബോക്സ്. വിംപി കിഡ് ഫാനാണ് ആൾ. അതിൻ്റെ സ്റ്റോറീസ് വായിക്കുന്നതാണ് ഇപ്പോഴത്തെ ഹോബി. ഇല്ലടാ, ഇതിലിതാ ഒരുപാട് ബുക്സ് ഉണ്ട്. അവനത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് യാത്രാ വിശേഷങ്ങൾ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ തൃശ്ശൂരിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മധുരൈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അവിടെ നല്ല പൊങ്കൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ കയറിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പൊങ്കലാണ് എടുത്തത്. മറ്റവരൊക്കെ മസാല ദോശയും അതുപോലെ തന്നെ നെയ് റോസ്റ്റും പൂരിയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ പൊങ്കൽ എന്തായാലും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയതിനൊക്കെ ശേഷം ഇതാ വീണ്ടും നമ്മളുടെ യാത്ര തുടർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാ വഴിയിൽ ഇതാ ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും അതുപോലെ തന്നെ നെല്ലിക്കയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള റോഡിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോണത്. ഇത് നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമുക്കെപ്പോഴും ഇത് എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്കെപ്പോൾ കാണുമ്പോഴും ഇത് നല്ലൊരു രസമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ നമ്മളുടെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറക്കാട്ട് നേച്ചർ റിസോർട്ട് മൂന്നാറുള്ള പള്ളിവാസലിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ തിരുവോണത്തിൻ്റെ 2-3 ദിവസം മുന്നേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതവിടെ പൂക്കളൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോരുന്ന വഴിയിൽ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇപ്പോൾ റൂമിൽ പോയിട്ട് ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള റൂം. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് റൂം ടൂർ ഒന്ന് കാണാം അല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് ബാൽക്കണിയിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ കൊണ്ടുവച്ച് ലഞ്ച് കഴിക്കാൻ പോയപ്പോഴേക്കും ഈവനിങ് ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാലും ഈ നല്ല അടിപൊളി വ്യൂ നമുക്ക് കണ്ടിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മക്കൾ അധികവും നൂഡിൽസ് ആയിരിക്കും ഓർഡർ ചെയ്യുക. പിന്നെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കടായിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടേക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ അധികം വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു അതുപോലത്തെയൊക്കെ വ്യൂ ആണ്. പക്ഷേ ഇത് വേറെ തന്നെ ഒരു വൈബ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യണില്ലെങ്കിലും നമുക്ക് അവിടെ നിൽക്കുന്നവർക്ക് നല്ലൊരു വൈബായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഇവിടെ റിസോർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള റീൽസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും അതുപോലെ തന്നെ പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. ഷബ്ന ഹാസ്കർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ ഡിന്നറിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ബുഫേ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ്. ഡെസേർട്ട്സൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ലോണം എടുത്ത് കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത്. എന്നാലും കുട്ടികൾ അവിടെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട്. രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നൊന്നല്ല കേട്ടോ, 1, 2, 3 ഒന്നല്ലായിരുന്നു. പിന്നെ അവരങ്ങനെ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ ചാടി ഇറങ്ങിപ്പോയി. നമ്മൾ ട്രിപ്പൊക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു രാവിലത്തെ ഈ ഒരു കോഫിയോ അല്ലെങ്കിൽ ചായയോ ഇതുപോലെയുള്ളൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ കുടിക്കുന്നതാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. ഇപ്പോൾ പോണ വഴിയിൽ ഇവിടുത്തെ വ്യൂവും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാ സൈഡിലും നല്ല സൂപ്പർ വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു പാർക്കുണ്ട്. ഷെസിനും ഷെയ്സും അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും കൂടെ വിളിച്ചിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. അപ്പം എന്താ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു 11:30-12 മണി ആയപ്പോൾ നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവരുടെ തന്നെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോവുക. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഇവിടെ കേവ് റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ കേവ് റൂം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഒരു കേവ് ഹൗസ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു റൂമും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോയ്ലറ്റാണ് ഏറ്റവും ഭംഗി കേട്ടോ. അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ഒരു കൺസ്ട്രക്ഷനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റാണെന്നൊന്നും തോന്നൂല.
ഇതാ ക്ലോസറ്റൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഗോൾഡൻ കളറിലും മിറർ വർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ബാത്ത് ടബ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട റൂമിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കേവ് റൂം വരുന്നത്. ഈ റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ മിററും അതുപോലെ തന്നെ ആ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതാ കുറേ റോക്കും അതുപോലെ തന്നെ കുറേ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒക്കെ ഇൻസ്റ്റയിലും ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റോറീസൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് ഏകദേശം 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കും നല്ല ഇഷ്ടമായി. പിന്നെ സമയമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ജീപ്പ് വന്നിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ളൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുട്ടികൾ പൂളിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ വീണ്ടും നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ പുറത്ത് നല്ല മഴയായപ്പം നല്ല ചൂടുള്ള പഴംപൊരിയും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളും നല്ല ചൂട് ചായയും കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ വീണ്ടും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡിന്നറിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ പറക്കാട്ട് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ മൂന്നാറിൻ്റെ ആ ഒരു വൈബൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറക്കാട്ട് നേച്ചർ റിസോർട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും പോയി നോക്കാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.